ആരോപണ പ്രത്യാരോപണങ്ങളുമായി രണ്ട് പാനലുകൾ വീറോടെ മത്സരിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ 1403 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 258 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് വൈ.എ. റഹീം വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. CPM സംഘടനയായ മാസ് ഈ പാനലിനൊപ്പമായിരുന്നു. മാസിന്റെ ബിജു സോമൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു. നാരായണൻ നായരാണ് ട്രഷറർ. മാത്യു ജോൺ വൈസ് പ്രസിഡന്റായും മുഹമ്മദ് ജാബിർ ജോയിന്റ് സെക്രട്ടറിയായും വിജയിച്ചു. സി അനിൽകുമാർ ജോയിന്റ് ട്രഷറർ സ്ഥാനത്തേക്കും അഡ്വക്കേറ്റ് സന്തോഷ് കെ നായർ ഓഡിറ്റർ സ്ഥാനത്തേക്കും വിജയിച്ചു. ഈ പാനലിലെ 7 ഭരണസമിതി അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു. വലിയ വലിയ നേതാക്കൾ ഇവിടെ വന്ന് പ്രചരണം നടത്തിയിട്ട് പോലും ഞങ്ങളെ ആരെയും തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഈ കോൺഗ്രസിനെ രക്ഷിക്കാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. OICC ഗ്ലോബൽ ഭാരവാഹിയായ വൈ.എ. റഹീമിനെ തഴഞ്ഞ് ഇൻകാസിനെ ഔദ്യോഗിക പക്ഷമായി പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഇവിടെ മുദ്രാവാക്യമുയർന്നു. 12 തവണ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റായ അഡ്വക്കേറ്റ് വൈ.എ. റഹീം തന്നെയാണ് വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക സംഘടനയായ ഇൻകാസിൽ ഇത് പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നിന്നും ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദിൽക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.